അല്ല ഗൈസ്, ഊളത്തരവുമായി ആദില വീണ്ടും നല്ല അലവലാതിത്തരമായിട്ട് ലക്ഷ്മിയും നന്നായിട്ടുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാണ് കാണിച്ചുകൊണ്ടിരുന്നായിരുന്നു? ഏ അവിടെ നല്ല ഈഗോ ആണ് ആദിലയ്ക്ക്. അതിൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെ ലക്ഷ്മിക്കും ഈഗോ ഒക്കെ നല്ലതാണ്, രസമാണ്. പക്ഷേ എന്താ വിഷയം എന്നറിയോ? അത് വേറൊരാളോട് പേഴ്സൺ ഗ്രഡ്ജ് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ അത് കാണുന്നവർക്ക് വളരെ ക്രിഞ്ചാണ്, വളരെ ബോറിംഗ് ആണ്. അവരെങ്ങനെയെങ്കിലും ആ നോമിനേഷനായിട്ട് ഒന്ന് പുറത്ത് പോയി കിട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആദിലയും ലക്ഷ്മി പുറത്ത് പോകണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നുണ്ട് ഗൈസ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലെങ്കിലും എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഇന്ന് മറ്റേ ആര്യനും സാബുമാനും അതേപോലെ അനു അവിടെ നിന്നറില്ലേ, അനുവിൻ്റെ കൈയൊക്കെ വളയുണ്ടായിരുന്നു. ഇങ്ങനെ സ്ട്രേറ്റ് പിടിക്കേണ്ടതിന് ഒരു താഴ്ത്തിയിട്ടൊക്കെ പിടിച്ചായിരുന്നു. അത് വേറെ കാര്യം. താഴ്ത്തി പിടിക്കുമ്പോൾ വലിയ പ്രഷർ വരില്ല. അവൾക്ക് മറ്റേ വടം കയറില്ല, അതിൻ്റെ വെയിറ്റ് താങ്ങാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷയമായിരിക്കും. എന്നിട്ട് അവൾ അവിടുന്ന് പോയതിന് ശേഷം ആ വെയിറ്റ് മുഴുവൻ ആര്യൻ്റെ കയ്യിലായിരുന്നു. സംഗതി ശരിയാണ്, ആര്യ അവിടുന്ന് കൈ മാറ്റി പിടിക്കാൻ പറ്റൂല. അപ്പോൾ ആ വെയിറ്റ് താങ്ങേണ്ട ഉത്തരവാദിത്വം അവനുണ്ട്. വേറെ അങ്ങനെ ആയിപ്പോയി, എന്താ ചെയ്യുക, ആ ഒരു സാഹചര്യം അങ്ങനെ പോയി. പുറത്ത് സാബുമാൻ കൈ ഇടയ്ക്കിടയ്ക്ക് മടക്കണുണ്ടായിരുന്നു. കൈ മടങ്ങിയിട്ടായിരുന്നു, അവൻ്റെ മടക്കണ്ടായിരുന്നില്ല, കൈ ഓൾറെഡി മടങ്ങിയിട്ടായിരുന്നു. ഒരു ബെൻഡ് ഉണ്ടായിരുന്നു. ആര്യൻ്റെ അവസ്ഥ എന്തായിരുന്നു? സ്ട്രെയിറ്റാണ് പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആര് കൈ മടക്കണു പറഞ്ഞിട്ട് അവിടെ വലിയ സീനായിരുന്നു. ആര് എവിടെ കൈ മടക്കിയത് ഞാൻ കേട്ടിട്ടില്ല. നിൻ്റെ കണ്ണിൽ കുരുവായതുകൊണ്ടാണെന്നാവോ? കണ്ണിൽ കുരുവൊന്നുമില്ല കേട്ടോ, പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞു. നമ്മൾ കണ്ണിലെന്താ കുരുവോ കാണാണ്ടിരിക്കാൻ ചോദിച്ചില്ലേ? അപ്പോൾ ആ ചോദിക്കൂലേ, ആ രീതിയിൽ പറഞ്ഞതാണ് ലക്ഷ്മി. അപ്പോൾ ആര്യനോട് പേഴ്സണൽ ഗ്രഡ്ജ് കാണിച്ചാണ് ആദിലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഗൈസ്. വിശ്വസിക്കില്ല, എനിക്ക് അങ്ങനെയാണ് തോന്നണത്. അതേപോലെ ആര്യൻ്റെ കൈ മടങ്ങി ബിഗ് ബോസ് എന്ന് പറയുന്നത് കേട്ടെ ആദില. എന്നിട്ട് അതിന് ശേഷം ആര്യൻ അവിടുന്ന് മാറിയിട്ട് ഇപ്പുറത്തേക്ക് വന്ന സമയത്ത് ഓളെന്താ കാണിച്ചത്? ലക്ഷ്മി ലൂസർ കൊച്ചമ്മ മനോഭാവം. എന്താ കാണിക്കണത് അവിടെ? ആദിലല്ലേ നോമിനേഷനിൽ പറഞ്ഞത് ലക്ഷ്മീനെ നോമിനേറ്റ് ചെയ്തിട്ട്? ആദിലല്ലേ പറഞ്ഞത്? ആദിലാണോ നൂറാണോ പറഞ്ഞത്? അതായത് അവൻ്റെ അമ്മ എന്നുള്ള രീതിയിൽ, ആര്യൻ്റെ അമ്മ എന്നുള്ള രീതിയിലാണ് അവൾ ഇടപഴകണത് ലക്ഷ്മിന്ന്. എന്തായാലും നന്നായിട്ടുണ്ട്. ഇവിടെ എന്താ കാണിക്കണത്? ഒരു കാര്യം പറയട്ടെ, നമുക്ക് ഈ സംഗതി കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ കുറച്ച് ഫണ്ണായിട്ടും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആളുകൾ കുറച്ചുകൂടി രസമായിട്ട് അടിപൊളിയായിട്ട് തീർക്കണ്ടായിരിക്കും. ഇനിയിപ്പോൾ അഥവാ ഗെയിമിൻ്റെ ഭാഗമായിട്ട് അവർ വേറെ രീതിയിൽ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ലിമിറ്റ് വരെയൊക്കെ ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. ഇതെന്താണ് പേഴ്സണൽ ഗ്രഡ്ജോ? എന്നിട്ട് ഓളെന്താ പറയുന്നത്? ആര്യൻ എന്തിനാണ് ഇത് പേഴ്സണൽ എടുക്കുന്നത്? എന്താ ക്യാപ്റ്റൻസി ടാസ്ക് ഒരാൾക്ക് ഫേവർ ചെയ്തിട്ട് ക്യാപ്റ്റൻ ആദില സംസാരിച്ചു, നിലകൊണ്ടു, എന്നിട്ട് അത് പേഴ്സണൽ എടുക്കാൻ പാടില്ല എന്നാ? എന്താ കാണിക്കണത്? ഇത് പേഴ്സണൽ അറ്റാക്ക് തന്നെയാണ്. അതേപോലെ ഇപ്പോൾ ഷാനവാസും ആദിലും സന്തോഷമായി തെറ്റിന്ന് മുഴുവനായിട്ട് പറയാനും പറ്റൂല. ലക്ഷ്മി ആദിലും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ നിങ്ങളോട് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഷാനവാസിൻ്റെ ഒരു പതനം എന്ന് പറയുന്നത് ഇമോഷണൽ ഒരു സംഗതിയാണ്. ആദിലയും നൂറൊക്കെയുള്ള ഇമോഷണലായ ഒരു സംഗതിയാണ്. അത് കൃത്യമായിട്ട് ആദില പിടിക്കുന്നുണ്ട് തോന്നുന്നു കേസ്. അത് ആദിലയുടെ ഒരു ഗെയിമിൻ്റെ സ്ട്രാറ്റജിയും കൂടി ആയിരിക്കാം. അപ്പോൾ ഒരു 3-4 ആഴ്ച കൂടി ഇവിടെ ഉള്ളൂ. അതുകൊണ്ട് പറയണം, ഇത് കഴിഞ്ഞാലും ഒരു ലൈഫുണ്ട്. അപ്പം നമുക്ക് ആ സ്നേഹമൊക്കെ പിന്നെ കാണിക്കും. പക്ഷേ ഇവിടെ ഒരിക്കലും ഗെയിമും ഈ സ്നേഹവും കൂടി മിക്സായിട്ട് പോരുതെന്ന് അതിനാര് പറഞ്ഞു? ഈ 4 ആഴ്ച മൊത്തത്തിൽ ഷാനവാസ് അവിടെ ഉണ്ടാവുമെന്ന് ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് അധികാരം ഉണ്ടാവും തോന്നുന്നില്ല ഗൈസേ. പിന്നെ ആദിലയായിട്ട് തെറ്റി പിരിഞ്ഞ് മാറിക്കിടന്നത് തന്നെയാണ് ഷാനവാസിന് ചോരവാസ് എന്നുള്ള പേരൊന്ന് മാറിക്കിട്ടാൻ നല്ലത് തോന്നണം. ഒറ്റയ്ക്കൊന്ന് കളിക്കട്ടെ, എന്തിനാ ഇപ്പോൾ ഒരാളെ സപ്പോർട്ട് ചെയ്യണത്? ഒരാളുടെ നിഴലായിട്ട് എന്തിനാ നിൽക്കണത്? അവനെപ്പോഴും അവനെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ആൾക്കാർ വേണം അല്ലേ? അനീഷിനെ കുറേ കൂട്ടുപിടിച്ച് ആദിലേനെ കുറേ കൂട്ടുപിടിക്കണം, നൂറേനെയൊക്കെ ഇപ്പോൾ ആദിലേനെ കൂട്ടുപിടിച്ചാൽ ആദിലായിട്ട് ഇപ്പോൾ തെറ്റി. നല്ലതാണ്, ഇത് ഷാനവാസിൻ്റെ നല്ലതിനാണെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. അവർ മാറി നിന്നിട്ട് തന്നെ കളിക്കട്ടെ, ഇൻഡിവിജ്വൽ പ്ലെയേഴ്സ് അല്ലേ, അങ്ങനെ കളിക്കട്ടെ. എന്തായാലും ആര്യനോട് ആദില ചെയ്തത് എനിക്കെന്തോ ഒരു ജെന്യുവനായ സംഗതിയായിട്ട് തോന്നിയില്ല. എന്തോ ആൾക്കാരിങ്ങനെ കമൻറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ആദില ബെസ്റ്റ് അടിപൊളി, ബെസ്റ്റ് ക്യാപ്റ്റൻ അടിപൊളി എന്ന്. ബെസ്റ്റ് ക്യാപ്റ്റനോ? ശരി, കുഴപ്പമില്ലാത്തൊരു തരക്കേടില്ലാത്തൊരു ക്യാപ്റ്റനായിരുന്നു. കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആര്യനോട് ചെയ്തതോ? ആര്യനോട് ഇന്ന് എന്താ ചെയ്തതോള്? എനിക്കത് ഭയങ്കര ക്രിഞ്ചായിട്ടാണ് തോന്നിയത് കേസ്. അതായത് ആര്യനെ മാത്രം ഫോക്കസ് ചെയ്യും. ഇപ്പോഴത്തെ സാബുമാൻ അടിപൊളിയായിട്ടാണല്ലോ പിടിച്ചത്. സാബുമാൻ അങ്ങോട്ട് രക്ഷപ്പെട്ടുല്ലോ ക്യാപ്റ്റൻസി ടാസ്കിൽ അവന് കിട്ടിയതുകൊണ്ട്. എന്താ സംഭവം? നന്നായിട്ടുണ്ട്. ഈ ആര്യനെതിരെ അത് അങ്ങനെ ഓളങ്ങനെ ചെയ്തപ്പോഴേ ഭയങ്കര ഇതാണ്. അതേപോലെ തന്നെ ആര്യനെതിരെയല്ല, ആർക്കെതിരെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണത്. പിന്നെ മറ്റേ ഓൻ പറഞ്ഞു കേട്ടില്ലേ, എന്താണ് ഷാനവാസ്, എനിക്കറിയാം നിൻ്റെ ഏത് തരക്കാരിയാണെന്ന്. അപ്പോഴേക്കും അതിൽ കയറി പിടിച്ചു ഏത് തരക്കാരിയാണെന്ന്. അതിനു മുമ്പ് തന്നെ മറ്റേ അവൾ അതിൻ്റെ മനസ്സിലുണ്ട്, അത് ഞാൻ സമയമാകുമ്പോൾ കാണിക്കാം എന്ന് പറഞ്ഞില്ലേ? ആ സമയമായി കാണിച്ചാൽ മതി. അപ്പോൾ ഇവിടെ വേറൊരു കാര്യം കൂടി പോയിൻ്റ് കൂടി ഇല്ല, ഞാൻ ആ ഫ്ലോയിൽ പറഞ്ഞപ്പോഴേ അപ്പോൾ ഓർമ്മ ഉണ്ടായിരുന്നു, പിന്നെ അത് വിട്ടുപോയി. അതായത്
ഷാനവാസിനെ പറഞ്ഞിട്ട് ഷാനവാസിനോട് ആദില അതാണ് പോയിന്റ്. ഷാനവാസിനോട് ആദില പറഞ്ഞ ഒരു വർത്താനം നിങ്ങൾ കേട്ടിരുന്ന കേസ്. ഇവിടെ മാത്രമല്ല, പുറത്ത് നിങ്ങളൊരു മെയിൽ ഷോവനിസ്റ്റ് ആണെന്നുള്ള എല്ലാവർക്കും അറിയാം. അതെങ്ങനെ നിനക്ക് മനസ്സിലായി വെച്ചപ്പോൾ അതൊക്കെ മനസ്സിലായി. അപ്പോൾ പുറത്തുനിന്ന് കാര്യങ്ങൾ അറിഞ്ഞിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ആര് പറഞ്ഞു കൊടുത്തായിരിക്കും? പുറത്തുനിന്ന് വന്ന ആരെങ്കിലും പറഞ്ഞു കൊടുത്താണോ? എങ്ങനെ ഇവിടെ അറിഞ്ഞിട്ടുണ്ടായിരിക്കുക? അതോ ചുമ്മാ ഒരു ഡയലോഗ് അടിച്ചാണ് ഓനെന്ന് ഇരുവര് സഞ്ചാരം അടുപ്പിക്കാൻ വേണ്ടിയിട്ട്? എന്തായാലും സംഗതി നന്നായിട്ടുണ്ട്. ഷാനവാസും കൊള്ളാം, ആദിലയും കൊള്ളാം, ലക്ഷ്മിയും കൊള്ളാം. എന്തായാലും ആര്യനാണ് അവിടെ ക്യാപ്റ്റൻസി ടാസ്കിൽ വിൻ ചെയ്തതെന്നാണ് കേസ് എനിക്ക് തോന്നുന്നത്. വിൻ ചെയ്തു എന്നല്ല, നല്ല രീതിയിൽ അവിടെ ആ വടം ആ ഒരു കയറിങ്ങനെ ഹോൾഡ് ചെയ്തതെന്നാണ് കേസ് എൻ്റെ അഭിപ്രായം. നിങ്ങളെന്താ കണ്ടെങ്കിൽ എന്തെങ്കിലും അഭിപ്രായം പറയാം. ഇനി ആദിലേനെ സപ്പോർട്ട് ചെയ്തിട്ട് ആദിലെ PR ടീംസ് വന്നിട്ട് ആദിലേനെ പൊക്കി വിട്ടിട്ട് മറ്റവൻ്റെ ആര്യൻ്റെ മണ്ടക്കടിക്കാൻ നിൽക്കണ്ട. എന്തായാലും സംഗതി നന്നായിട്ടുണ്ട്. പക്ഷേ ഒരു തരത്തിൽ പറയണമെങ്കിൽ ഇത് ആരും കൂടുതൽ ആവേശത്തോടു കൂടി പുറത്തു വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കും എന്നാണ് ഗൈസ് എൻ്റെ ഒരു തോന്നൽ. ഇപ്പോൾ ജിസയിൽ പോയപ്പോൾ തന്നെ ആരും ഒന്ന് ഫയറായിട്ട് കുറച്ചുകൂടി അടിപൊളിയായിട്ട് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അവൻ്റെ ഡാൻസും ഇതൊക്കെ, ഡാൻസ് കളിക്കണ പരിപാടിയൊക്കെ ഇല്ലേ, അതൊക്കെ കഴിഞ്ഞിട്ടാവും അതിന് ശേഷമൊക്കെ അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും അവൻ്റെ ക്യാപ്റ്റൻസി ടാസ്ക് ആദിലയുടെ ഇങ്ങനെ ഒരു ഗ്രഡ്ജ് വെച്ചുകൊണ്ടുള്ള ഇടപെടൽ മൂലം നഷ്ടപ്പെട്ടതിനാൽ ആര്യം കുറച്ചുകൂടി ഉഷാറായിട്ട് വരുന്നതാണ് കേസ് എനിക്ക് തോന്നുന്നത്. ആര്യം എന്തായാലും ടോപ്പ് 5 വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആദിലയും ഷാനവാസും പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആദിലയോട് ഇപ്പോൾ ഷാനവാസ് അവർ തമ്മിൽ ചെറിയ സ്പ്ലിറ്റ് വന്നതുകൊണ്ട് ഷാനവാസ് അത് നല്ല രീതിയിൽ ഇൻഡിവിജ്വലായിട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ ഷാനവാസിന് കുറച്ചുകൂടി അവിടെ നിൽക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു ഗൈസ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ബൈ ബൈ, സി യു.